കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തെ പലപ്പോഴും കലുഷിതമാക്കിയിട്ടുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള മലങ്കര സഭാ തർക്കം പുതിയ ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 25-ന് മലങ്കരയിലെ സുറിയാനി സഭയ്ക്കായി ഒരു പുതിയ കാതോലിക്ക ബാവ വാഴിക്കപ്പെട്ടു. ബെസേലിയസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണത്തോടുകൂടെ മലങ്കര സഭാ തർക്കം പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ തർക്കത്തെ പരിഹരിക്കുവാൻ രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും സഹോദരി സഭകളുടെ അധ്യക്ഷന്മാരുടെയും ഒക്കെ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പരിശ്രമങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇന്നലെ ഈജിപ്തിലെ കെയ്റോയിൽ നിക്കിയ സുന്നോദോസിന്റെ 1700ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ആ യോഗത്തിൽ അർമീനിയൻ സഭയുടെ പാത്രിയർക്കീസ് ആറാം സുറിയാനി സഭയുടെ പാത്രിയർക്കീസ് മോറാൻമാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവയും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുചേരുകയായിരുന്നു. അത് വളരെ മനോഹരമായ ഒരു മീറ്റിംഗ് ഇന്നലെ അവിടെ നടന്നു. ആ മീറ്റിങ്ങിന് ശേഷം സന്ദർഭവശാൽ ആ മീറ്റിങ്ങിന് ശേഷം അവർ ഒരു ജോയിന്റ് ഡിക്ലറേഷൻ ഇറക്കിയിട്ടുണ്ട്. അതേ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പേജിൽ ഒരു കുറിപ്പ് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് ആ കുറിപ്പ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. ഇത് അവർ ആ ജോയിന്റ് ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്ന ചിത്രവും നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവരുടെ ഈ ജോയിന്റ് ഡിക്ലറേഷനിൽ എന്താണ് ജോയിന്റ് ഡിക്ലറേഷൻ എന്നൊക്കെ ഒരു സത്യത്തിൽ അത് മറ്റ് ഭാഷകളിൽ വരുന്നത്. ഇന്നിപ്പം ആധുനിക സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ എടുക്കാം. ഒറിജിനൽ പോസ്റ്റ് ഇതാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഡയലോഗ് വിത്ത് ബൈസന്റിയൻ ഓർത്തഡോക്സ് ഫാമിലിയുമായിട്ട് അവർ ചർച്ച നടത്തുന്നതും മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെയാണ് അവരുടെ ഡിക്ലറേഷൻ. അവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ 4ാമത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചസ് ഇൻ ഇന്ത്യ. ദ കോപ്റ്റിക് ആൻഡ് അർമീനിയൻ ചർച്ചസ് കൺഗ്രാറ്റുലേറ്റഡ് ദ ആന്റിയോക് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ കോൺസിക്രേഷൻ ഓഫ് ദ പാട്രിയാർക്ക് മോർ ബെസേലിയസ് Joseph Mafrian, new Catholicos of the Syrian Orthodox Church in India by Patriarch Ignatius Avram II. Pope Theodoros II and Catholicos Aram I expressed their solidarity and support for the decision of the General Holy Synod of the Syrian Orthodox Church not to participate in any liturgical celebration or formal theological dialogues in the presence of representatives of the split sectarian church in India. ഇതാണ് അവരുടെ ഒരു ജോയിന്റ് ഡിക്ലറേഷൻ. ഇന്ത്യയിലെ വിഘടിത വിഭാഗവുമായിട്ട് ഒരുമിച്ച് കൗദാശിക സഹകരണത്തിലേക്കോ ദൈവശാസ്ത്ര ചർച്ചകളിലേക്കോ പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസും അർമീനിയൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസും പിന്തുണച്ചു എന്നുള്ളതാണ് ആ ജോയിന്റ് ഡിക്ലറേഷൻ. അത് മാത്രമല്ല, ഈ സഭയിലുള്ള ആളുകളെ അവരെ പ്രതിയും അവരുടെ ഒരു തീരുമാനം ഇതാണ്. അറ്റ് ദ സെയിം ടൈം, ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദ ഡിഗ്നിറ്റി ഓഫ് ദ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫാമിലി ആൻഡ് ഇറ്റ്സ് ഇന്റേണൽ യൂണിറ്റി, both Pope Theodoros II and Catholicos Aram I offered a call to Catholicos in Indian Syrian Church, Mar Baselius Joseph and Baselius Marthoma Matthews III to Cairo, in the presence of Mar Ignatius Ephraim II, to discuss and work for the restoration of peace and unity, faith, respecting and preserving the dignity of Antioch Apostolic Chair is also the identity and dignity of the Syrian Orthodox Church in India. ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്തേക്ക് കേരളത്തിലെ 2 കാതോലിക്ക ബാവമാരെയും, ബെസേലിയസ് ജോസഫ് ബാവയെയും ബെസേലിയസ് മാത്യൂസ് തൃതീയൻ ബാവയെയും ക്ഷണിക്കുകയാണ്. 2 കാതോലിക്ക ബാവമാരും ഒരുമിച്ച് കോപ്റ്റിക് പോപ്പിന്റെ മധ്യസ്ഥതയിൽ
സുറിയാനി സഭയുടെ പാത്രിയർക്കീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് സമാധാനപരമായി എങ്ങനെ ഒരു സഹവർത്തിത്വം സാധ്യമാകും എന്നുള്ളതിനെ പറ്റിയുള്ള സാധ്യതകൾ ആരായുവാനും ഒത്തുതീർപ്പുണ്ടാക്കുവാനും ഈ രണ്ടുപേരെയും ക്ഷണിക്കുവാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻവിറ്റേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഇൻവിറ്റേഷൻ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് സുപ്രീം കോടതി വിധി മതി, 2017 വിധി മതി, 1934 ഭരണഘടന മതി എന്നൊക്കെയുള്ള ആ കടും പിടുത്തത്തിൽ നിന്ന് അല്പമെങ്കിലും അയയുമോ? കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് വിഭാഗത്തിലെ അപ്രയം തിരുമേനി പെരുന്നാൾ പ്രസംഗമധ്യേ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിന്റെ നീതിക്ക്, ദൈവരാജ്യത്തിന്റെ മൂല്യത്തിന്, വേദപുസ്തകത്തിന്റെ പ്രബോധനത്തിന് അല്പമെങ്കിലും വില കൊടുക്കുന്നെങ്കിൽ സഹോദരി സഭകളുമായി സമാധാനപരമായ സഹവർത്തിത്വം സാധ്യമാക്കുവാൻ ഇവർ തയ്യാറാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസ് കേരളത്തിലെ 2 കാതോലിക്ക ബാവമാർക്കും തൻ്റെ ക്ഷണം അയക്കും. അതാണ് നമ്മളിപ്പോൾ അറിയുന്ന വാർത്ത. അടുത്തതായി ഇവർ ഈ ക്ഷണം സ്വീകരിച്ച് കെയ്റോയിൽ ആ ചർച്ചയിലേക്ക് പോകുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തയ്യാറാകുമോ? ഇനി ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്ക ബാവ, മാത്യു തൃതീയൻ കാതോലിക്ക ബാവ അതിന് തയ്യാറായാൽ തന്നെ അദ്ദേഹത്തെ അയക്കുവാൻ അവർ തയ്യാറാകുമോ എന്നൊക്കെയാണ്. കാരണം ഇതിനു മുമ്പ് പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് സഭയിൽ സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും എതിര് നിന്നത് അന്ന് ചില മെത്രാന്മാരാണ്. ഇന്ന് അവര് ചില മെത്രാന്മാർക്ക് സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും ചിലർ അതിനെ എതിർത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഇതാണ്. ഈ ചർച്ചയിൽ മധ്യസ്ഥ വഹിക്കുവാൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും അർമീനിയൻ ഓർത്തഡോക്സ് സഭയും സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.